എന്തായാലും വലിയൊരു പോരാട്ടം തന്നെയാണ് BJP ഇവിടെ മമതാ ബാനർജിക്കെതിരെ കാഴ്ചവെക്കുന്നത്. മമതാ ബാനർജി ആണെങ്കിൽ ഒന്നാം ഘട്ടത്തിന് ശേഷം പരമാവധി ബംഗാളി വികാരം ഇളക്കി വിടാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ BJP വളരെ കെയർഫുള്ളായിട്ടാണ് ഇത്തവണ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ തവണത്തെ പാളിച്ചകളൊന്നും അവർ കൊണ്ട് നടക്കാതെ പുതിയ രീതിയിൽ ഈ ബംഗാളി പ്രൈഡൊക്കെ ഉയർത്തിക്കൊണ്ട് തന്നെ മമതാ ബാനർജിയുടെ ആ ഒരു പ്രകോപനങ്ങളിലൊന്നും വീഴാതെയാണ് BJP മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ തവണ എന്തൊക്കെ പാളിച്ചകൾ നേരിട്ടോ അതെല്ലാം അതിജീവിച്ചു വളരെ കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് എന്നുള്ള രീതിയിൽ വികസന മുരടിപ്പ്, സാധാരണക്കാരുടെ വിഷയങ്ങൾ ഇതെല്ലാം ഉയർത്തിയാണ് BJP കൊൽക്കത്തയിലും ഹൂഗ്ലിയിലും ഹൗറയിലൊക്കെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെയൊക്കെ ഒരു ജനങ്ങളുടെ സാന്നിധ്യം, പ്രത്യേകിച്ച് പ്രചരണത്തിൽ, BJPയുടെ പ്രചരണത്തിൽ പലയിടങ്ങളിലും വലിയൊരു മുന്നേറ്റമൊക്കെ പാർട്ടിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വോട്ടായി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. പിന്നെ ഈ സ്റ്റാറ്റ്സും ഫിഗേഴ്സൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ കുറേ കെമിസ്ട്രിയാണ്, അണ്ടർ കറൻസ് ആണ്. അപ്പോൾ ഇതെല്ലാമാണ് ഫൈനലായിട്ട് ജഡ്ജ് ചെയ്യപ്പെടുന്നത്.